ഞാൻ തിരക്കഥയെ പിന്തുടരാനായിട്ടോ ഹൗ ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷക്കണക്കിന് ബുക്കിലല്ലേ ഒരെണ്ണത്തിൻ്റെ ഒരു പേജ് പോലും വായിക്കാനോ ഞാൻ മെനക്കെട്ടിട്ടില്ല. ടൈപ്പ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ 5-6 കഷ്ണം കടലാസും ഒരു പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി വയ്ക്കാം. പക്ഷെ അതൊരു സിനിമയാക്കി മാറണമെങ്കിൽ കോടികൾ എന്നാണ് നമ്മൾ പറയുന്നൊരു സാധനം, കോടികൾ. 80കളിൽ നടക്കുന്ന കഥയാണ്. അപ്പം ഭാര്യയും ഭാര്യയുടെ അടുത്ത കൂട്ടുകാരിയുമാണ്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ വെട്ട് കൊണ്ടത് ഇതിലൊരാളുടെ ഭർത്താവാണ് ആളെന്ന് പറയുന്നത്. പക്ഷെ വെട്ടിയത് ഈ കൂടിരുന്ന് ഈ സ്വന്തം അത്ര ആത്മമിത്രമായ, പ്രായത്തിൽ വ്യത്യാസമുള്ള ആത്മമിത്രമായ ഇവളുടെ കൂട്ടുകാരിയുടെ കാമുകനാണ് വെട്ടിയത്. ചിതറിയവർ എന്ന സിനിമ മുതൽ 2025 ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്മാൻ എന്ന സിനിമ വരെ വളരെ ദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിരവധി മാറ്റങ്ങളെയും സംഭവങ്ങളെയും സാക്ഷിയാകേണ്ടി ഉൾക്കൊള്ളാനായിട്ട് വന്നിട്ടുണ്ട്. 2004 ചിതറിയവർ എന്ന സിനിമ എഴുതിയപ്പോഴുള്ള ഒരു അന്തരീക്ഷമല്ല 2025 പൊന്മാൻ എന്ന സിനിമ രൂപീകരിക്കുമ്പോൾ. പ്രധാനമായും ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മാറ്റങ്ങൾ, പ്രമേയ സ്വീകാര്യതയിലുള്ള മാറ്റങ്ങൾ, കഥാപാത്ര രൂപീകരണത്തിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ചും പ്രേക്ഷകരുടെ അഭിരുചിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തിരക്കഥയുടെ രചനകളിലും ആഖ്യാന ഘടകങ്ങളുടെ സന്നിവേശിപ്പിക്കലിലും പ്രമേയ സ്വീകാര്യതയിലും കഥാപാത്ര രൂപീകരണത്തിലുള്ള മാറ്റങ്ങളും അതോടൊപ്പം കഥ പറച്ചിലിൻ്റെ പുതിയ ഒരു മാധ്യമ നിലയിൽ തിരക്കഥയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സംസാരിച്ചു തുടങ്ങാമെന്ന് തോന്നുന്നു. കഥയെക്കുറിച്ച് പറയുന്ന അത്രയും ആത്മവിശ്വാസം തിരക്കഥയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ എനിക്കില്ല. രണ്ടൂന്ന് കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ തിരക്കഥയെ പിന്തുടരാനായിട്ടോ ഹൗ ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷക്കണക്കിന് ബുക്കിലല്ലേ ഒരെണ്ണത്തിൻ്റെ ഒരു പേജ് പോലും വായിക്കാനോ ഞാൻ മെനക്കെട്ടിട്ടില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സിനിമയെ തന്നെ ഞാൻ പിൻപറ്റിയിട്ടില്ല. സിനിമ എൻ്റെ പാഷനല്ല, ഞാൻ വലിയ സിനിമ കാണലുകാരനല്ല. അങ്ങനെ പല ഇതുണ്ട്. കാര്യം ഞാൻ എൻ്റെ ഒരു ബലം എന്ന് ഞാൻ കരുതുന്നത് കണ്ടൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം, കണ്ടൻറ് ക്രിയേഷൻ എന്നുള്ളതാണ്. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു കഥ നമ്മൾ എഴുതി വയ്ക്കുന്നു. ആ കഥ നമ്മൾ സാഹിത്യത്തിൽ എഴുതി വയ്ക്കുന്നതിനെ ഇത് ഒരു ചലച്ചിത്രമാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് കരുതി സിനിമയിൽ നിന്ന് ഇത് വായിച്ച സഹസംവിധായകരോ അവരവരോ നമ്മളെ ഒന്ന് സമീപിക്കുമ്പോൾ ചിലപ്പോൾ അവർ കഥ മാത്രം മതി, ചിലപ്പോൾ അവർ ഇതിൻ്റെ തിരക്കഥയും കൂടെ എഴുതിത്തരുമോ എന്ന് ചോദിക്കും. ആ മട്ടിലാണ് ഞാൻ ആദ്യമേ പോകുന്നത്. ഇപ്പം ആദ്യത്തെ ചിതറിയവരുടെ കഥയാണെങ്കിൽ തന്നെയും അങ്ങനെയായിരുന്നു. എൻ്റെ സുഹൃത്തായ ഒരു നിരൂപകൻ ഇങ്ങനൊരു സിനിമയുടെ സാധ്യതയുണ്ട്, എഴുതാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ പുതുതായിട്ടൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ച ഒരു സമയമായിരുന്നു. അപ്പം ഞാനതെല്ലാം ടൈപ്പ് ചെയ്യാനുള്ളൊരു കൗതുകത്തിന് എഴുതി കൊടുത്തതും ശ്രീനിവാസനായിരുന്നു എൻ്റെ നായകൻ. അപ്പം അദ്ദേഹം അത് വായിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം അതിൽ അഭിനയിക്കാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ തിരക്കഥ വരുന്നത്. അപ്പോൾ അതിന് ശേഷവും ഇനിയിപ്പം നമ്മുടെ ഇതായിക്കളയാൻ നമ്മുടെ ഉപാധി എന്നുള്ള കാര്യത്തിലില്ല. ഞാൻ എൻ്റെ പത്രപ്രവർത്തനമായി മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഇവിടം വരെ എത്തിയതെല്ലാം ഈ ക്ഷണപ്രകാരം ചെല്ലുന്നു എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക ക്ഷണിതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഒരു കാലം മാത്രമേ ഞാൻ എൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു കാലും 2 കൈയും സാഹിത്യത്തിലും ഈ കണ്ടന്റ് ക്രിയേറ്ററിലും ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയത്തോടുള്ള കാല് ഇനി വലിക്കാൻ എനിക്ക് യാതൊരു പാടും ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, അതൊരു വല്ലാത്ത ഒരു രംഗമാണ് സിനിമാ രംഗം എന്ന് പറയുന്നൊരു സാധനം. നമുക്ക് 4 കീർ ഓലയും ഒരിതും ഉണ്ടെങ്കിൽ എവിടെയും കിടക്കാമെന്ന് പറയുന്നത് പോലെ ടൈപ്പ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ 5-6 കഷ്ണം കടലാസും ഒരു പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി വയ്ക്കാം. പക്ഷെ അതൊരു സിനിമയാക്കി മാറണമെങ്കിൽ കോടികൾ എന്നാണ് നമ്മൾ പറയുന്നൊരു സാധനം, കോടികൾ ചിലവാക്കിയാൽ മാത്രമേ ഒരു സിനിമ ഒരു പ്രോജക്റ്റിലേക്ക്
എത്തത്തുള്ളൂ. അതിൻ്റെ കടമ്പകൾ എന്ന് പറയുന്നത് വലിയ ദീർഘമാണ്. ഒരു സംവിധായകൻ, മിക്കവാറും ചെറുപ്പക്കാരായ മനുഷ്യർ 4-5 വർഷമെടുത്തിട്ടാണ് 90% സിനിമകളിൽ ചെല്ലുന്നത്. വളരെ ഭാഗ്യവാന്മാർക്ക് മാത്രമാണ് ഒരു നടൻ പെട്ടെന്ന് ഒരാളിനെ കണ്ട് അവൻ മിടുക്കനാണല്ലോ എന്ന് തോന്നി ഒരു ഡേറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാത്തവരുടെയൊക്കെ വല്ലാത്ത യാത്രയാണ്. ആ സിനിമ ബോക്സ് ഓഫീസിൽ നന്നായി തിളങ്ങിയില്ലെങ്കിൽ അവൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അത് ഈ 5 വർഷത്തിനും മേലെ എത്രയെന്ന് അറിയത്തില്ല. അങ്ങനെ പോകുന്നൊരു വല്ലാത്ത വേദനകളെയും ഡിപ്രഷനുകളെയും ഇതിലുമൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ നിശ്വാസങ്ങളുടെയും എല്ലാം മുകളിലാണ് ഈ സിനിമാ രംഗം നിൽക്കുന്നത്. അതിൽ ചിലർ വലിയ വിജയം നേടുന്നു, അവർ കോടിക്കണക്കിന് പൈസ അവർക്ക് കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നു. അപ്പം ഇങ്ങനൊരു വലിയ അനിശ്ചിതത്വത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് പിന്നെ നമ്മൾ ഈ തിരക്കഥയുമായി പോകുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാനോ ചെയ്യാനോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ആളല്ല റോണി. ഞാൻ ഒറ്റ കാര്യം പറയും, എന്തുകൊണ്ട് ഒരു കഥയെ തേടി വരുന്നു എന്നുള്ളത് മാത്രം ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയ്ക്കുള്ള അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് വളരെ ദീർഘമായിരിക്കണം, ദീർഘവും കരുത്തുറ്റതുമായിരിക്കണം. നിങ്ങളൊരു കഥാഗതിയുടെ റബ്ബർ ബാൻഡ് ആണെങ്കിൽ ആ റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടി ഇത് കഴിഞ്ഞാലും നിങ്ങൾ 2.5 മണിക്കൂർ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ റബ്ബർ ബാൻഡ് പൊട്ടരുത്, ആ കഥയുടെ ഗതി പൊട്ടരുത്. ആ കഥാതന്തുവിന് അതിന് തക്ക ജീവനും ജീവിതവും ആ കഥാഗതിയെ ലൂസാവാതെ അതിന് ദുർബലപ്പെടാതെ ഒരു 2-2.5 മണിക്കൂർ കുറേ ഫ്രെയിം എത്രയോ ഫ്രെയിമുകൾ വഴി ഇതിനെ യാത്ര ചെയ്യിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം ഈ ഒരു സംഗതി. ഇതിനെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നൊരു ധാരണയാണ് ഈ സാധനം. ഇപ്പം അതിൻ്റെ ഈ കഥയുടെ പെട്ടെന്നുള്ളൊരു വലിപ്പമോ ഇതോ ഒന്നും കൊണ്ടല്ല അതിനുള്ള ജീവശേഷി നേടുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മളിപ്പോൾ വിത്ത് എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഈ 2 കൈയിൽ, എൻ്റെ ഒരു കൈയിൽ ഞാൻ ശൂന്യമായ കൈ ഞാൻ നിങ്ങളെ കാണിക്കുക. ഈ കൈയിൽ ഞാനൊരു ചോളത്തിൻ്റെ വിത്ത് എടുത്ത് നിങ്ങളെ കാണിക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ കയ്യിൽ എന്താണുള്ളത്, ഈ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ കയ്യിലൊന്നുമില്ല. ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ ഇവിടെ കയ്യിൽ കുടഞ്ഞിട്ടിട്ട് പോകുന്നു, ഈ കയ്യും കുടഞ്ഞിട്ടിട്ട് പോകുന്നു. നിങ്ങൾക്ക് 3 മാസം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ ഇവിടെ ഒരു ചോളത്തിൻ്റെ ഒരു ചെടി നിൽക്കുകയും അതിൽ നല്ല ചോളം ഉണ്ടാകുകയും ചെയ്യുന്നത് നിങ്ങൾ കാണാം. ഞാനൊരു ആൽമരത്തിൻ്റെ വിത്ത് എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ നേരെ ശൂന്യതയെന്നുള്ള കൈ എടുത്തിട്ടിട്ട് സാധനം. ഇത് ഞാൻ കടന്നുപോയാലും എൻ്റെ 5 തലമുറ കടന്നുപോയാലും തക്ക ശേഷിയിൽ ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പസിലാണെങ്കിൽ ക്യാമ്പസിന് എല്ലാ മനുഷ്യർക്കും താങ്ങും തണലുമായിട്ട് 10, 300, 500 വർഷത്തേക്കുള്ള ആയുസ്സുമായി നിൽക്കുന്ന ഒരു സാധ്യത എൻ്റെ അകത്തുണ്ട്. അതാണ് പ്രപഞ്ചത്തിൻ്റെ വാസന എന്ന് പറയുന്നത്. നിങ്ങൾക്കതിൻ്റെ വലിപ്പം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഇതിനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, വലിപ്പം കൊണ്ട് പറ്റത്തില്ല. അപ്പം നിങ്ങളൊരു കൊതുകിനെ ഒറ്റയടിക്ക് അടിച്ചു കൊല്ലുന്നു, നിങ്ങൾക്ക് ഒരു വേദനയും സാധനവും നമുക്ക് ഇല്ല. പക്ഷേ നമ്മളൊരു വേറൊരു വലിയ ജന്തുവിനെ, പട്ടിയെ നമ്മൾ അടിച്ചു പറയും, അതിനൊക്കെ എന്നുള്ള മോങ്ങൽ കേൾക്കുമ്പോൾ നമ്മൾ എന്തൊരു ഭയങ്കരമായ ക്രൂരതയാണല്ലോ നമ്മൾ ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ സൂക്ഷ്മാർത്ഥത്തിൽ നിങ്ങളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് ചാവാനിരിക്കുന്ന ഈ ഉറുമ്പിൻ്റെയോ ഈ കൊതുകിൻ്റെയോ വേദനയെ അല്ലെങ്കിൽ അതിൻ്റെ പെടച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൂക്ഷ്മാർത്ഥത്തിലുള്ള. അപ്പം നമ്മളുടെ ഋതം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന കാഴ്ചയുടെ മട്ടിലും ഇതിലും മാത്രമാണ്. കഥ ഒരു അനുഗ്രഹീതമായ സാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചവാസന ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ശേഷിയെ മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഈ കഥയ്ക്ക് യാത്രയുണ്ട് എന്ന് തോന്നിക്കുന്ന ഈ കുറേ കാലം സിനിമകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവും ഒന്നുമില്ല കഥ. ഇപ്പം ഈ പൊന്മാൻ എന്ന് പറഞ്ഞ കഥ അല്ലെങ്കിൽ കഥയെ ആലോചിച്ച് നോക്കും. ഒരു തലേന്നൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വരുന്നൊരു പയ്യൻ,
അവൻ ഈ സ്വർണവുമായിട്ട് പോകുന്നു. ഇവൻ തിരിച്ചു പോയി അത് തിരിച്ചു കൊണ്ടുവരാനായി ശ്രമിക്കുന്നു എന്നുള്ള സാധനം. പക്ഷെ അപ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങളുണ്ട്. എങ്ങനെ ശ്രമിക്കുന്നു ഇവൻ? എങ്ങനെ? അവനൊരു വലിയ ഭയങ്കര നൊട്ടോറിയസ് ഒരു ഏരിയയിൽ നിന്നാണ് ഇത് കൊണ്ടുവരേണ്ടത്. ഒരു ഭീമാകാരനായ മനുഷ്യനാണ് അത്, ഇയാളൊരു ചെറിയ മനുഷ്യനാണ്. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരും? എന്തായിരുന്നു അതിൻ്റെ വഴി എന്നുള്ള മേലുള്ള ആലോചനകളിൽ ഒരു ദൃശ്യങ്ങളുടെ സാധ്യത, അല്ലെങ്കിൽ ആ ഉദ്വേഗം എൻഡ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ കുറേ നേരത്തേക്കും കൂടെ ദീർഘമായി നിൽക്കുന്നു എന്ന കുറേ പേരുടെ തോന്നലിൽ നിന്നാണ് ഒരു തിരക്കഥയിലേക്കുള്ള ആവശ്യകതകൾ വരുന്നത്. അതാണ് നമ്മുടെ ബലവും. ആ ബലമാണ് അവർക്ക് വേണ്ടത്. മറ്റത് ഒരുപാട് ആൾക്കാർ ചേർന്നിരുന്നുകൊണ്ട് നമുക്കതിൻ്റെ വഴിയിലേക്ക് കടക്കാനായിട്ട് കഴിയും. അതുപോലെ ഈ അനുകൽപ്പനത്തിൻ്റെ, അഡാപ്റ്റേഷൻ്റെ സാധ്യതകൾ ഇത്രയും കൃത്യമായിട്ട് ഉപയോഗിച്ച ഒരു എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിൽ തന്നെ ഉണ്ടാവില്ല. വളരെ കൃത്യമായിട്ട് തൻ്റെ കൃതികളെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പറിച്ചു നടുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നിരവധി കഥകളും നോവലുകളും സിനിമ എന്ന മാധ്യമത്തിലേക്ക് പറിച്ചു നട്ടിട്ടുണ്ട്. അപ്പം നോവലിലും കഥകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ദൃശ്യതയും കുറച്ചും കൂടെ തെളിച്ചവും വരികയും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃതികൾ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവും സാഹിത്യവും തമ്മിൽ ഒരു അന്തരം ഉണ്ടാവാത്ത രീതിയിൽ പരസ്പരം ഒരുമിച്ച് പോകുന്ന തരത്തിലുള്ള അവതരണത്തിൻ്റെ രീതികൾ. ഉദാഹരണത്തിന് ചെന്നായ എന്ന കഥ വൂൾഫ് എന്ന സിനിമയായി മാറുന്നു. അപ്പം 4 ചെറുപ്പക്കാരെന്ന കഥ പൊന്മാൻ എന്ന സിനിമയായി മാറുന്നു. വിലായത്ത് പുത്ത് എന്ന പേരിൽ തന്നെ വരുന്നു. അതുപോലെ അമ്മിണിപ്പിള്ള വെട്ടുകേസ്, തെക്കൻ തല്ല് കേസ് എന്ന് പറയുന്ന സിനിമയായി മാറും. ഇത്തരത്തിൽ അനുകൽപ്പനത്തിൻ്റെ സാധ്യതകളെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ടും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്? ചിലരൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നു, അല്ലെങ്കിൽ കഥയിൽ സിനിമയുടെ അതൊരിക്കലും നടക്കാത്തൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പമാണ് എല്ലാവർക്കും ഒരു ചെറുകഥകൾ സിനിമയാക്കാനുള്ള. ആർക്കെങ്കിലും അതിൽ ഒരു വിരോധമുണ്ടോ? ഈ കഥ സിനിമയാക്കാൻ എടുത്തോട്ടെ എന്നാരും ചോദിക്കുന്ന വിരോധമില്ല എന്നിരിക്കെ അതൊരു സാധ്യതയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊരു ഒരു വഴിയായിട്ട് തന്നെ സ്വീകരിക്കും. ചിലരൊക്കെ അങ്ങനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഒരു അങ്ങനെയുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സിനിമാക്കാരെ വിഡ്ഢികളാക്കാനായി പറ്റത്തില്ല. കാര്യം മിനിമം 5 മുതൽ 25-30 കോടിയിലേക്ക് പോകുന്ന ഒരു മുതൽ മുടക്കിന് ആ കണ്ടന്റിനെ എത്ര തവണ ഉരച്ചു നോക്കുമെന്നറിയോ? ആ കണ്ടന്റിനെ എത്ര തവണ ഉരച്ചു നോക്കി അതിൻ്റെ അതൊരു കള്ളത്തരമോ ആ കള്ളി വെളിച്ചത്താവാനായിട്ട് അവർക്ക് നിമിഷാന്തരങ്ങൾ മതി. അതിൻ്റെ ഒരാളോ 10 പേരോ 100 പേരോ അല്ല പരിചരിച്ചിട്ട് ഈ സിനിമയിലേക്കുള്ള പ്രോജക്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കഥയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു സാഹിത്യ രൂപം എന്നുള്ള എനിക്ക് യാതൊരു കള്ളത്തരങ്ങളും അതിൻ്റെ അകത്തില്ല. ഒന്ന്, ഇത് സിനിമയിലേക്കുള്ള യാത്രയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ആദ്യമേ കിട്ടുന്നത് സിനിമ വായിക്കുന്നവർക്കായിരിക്കും. അവർ നോക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കഥയുടെ ഒരു കഥയാണല്ലോ ഇത്, അതിൽ വേദനയും ഇമോഷൻസും ഉണ്ടല്ലോ എന്ന് തോന്നുന്നിടത്താണ്, ഞങ്ങൾ വായിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നുന്ന പുതുമയിലാണ് അവരുടെ കണ്ണുടക്കുന്നത്. അതൊരു സാഹിത്യത്തിൻ്റെ പുസ്തകം വായിക്കുന്നവരോ ഇതൊക്കെ ചെയ്യുന്നവരോ പോലെ തന്നെ ഒരു സാഹിത്യകൃതിയാണ് അവർ വായിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള കാടും പടർപ്പുകളും വെട്ടി വായനയിലേക്ക് നയിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ കഥയുടെ നിർമ്മിതിയുടെ കാര്യത്തിൽ പറഞ്ഞു. ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ കഥയ്ക്കകത്ത് ഒരു പാർട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ചന്ദന കൊള്ളക്കാരനായിട്ടുള്ള ഡബിൾ മോഹനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രം ഇതുപോലുള്ള ഒരു കോടതിയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുക. അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് അവിടെ നിൽപ്പുണ്ട്. അപ്പം മജിസ്ട്രേറ്റ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചേംബറിലിരുന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിരുന്ന് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ റോഡ് വരെയുള്ള കാഴ്ചയ്ക്ക് തടസ്സമായിട്ട് ഒരു ചന്ദനമരം ഇങ്ങനെ വഴി നിൽപ്പുണ്ട്. അപ്പോൾ അതിലൊരാളിങ്ങനെ തൂങ്ങിയാടുക ചെയ്യുന്നത്. അപ്പം ഈ ഇദ്ദേഹം ഇങ്ങനെ പുള്ളിക്കാരുടെ ചേംബറിലുള്ള അസിസ്റ്റൻ്റിന് ചോദിച്ചാൽ ആരടാ അവിടെ തൂങ്ങിയാടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം പറഞ്ഞ അറിയത്തില്ല, അവനാണ് ആ ചന്ദന കൊള്ളക്കാരൻ ഡബിൾ മോഹനൻ എന്ന് പറയുക. അപ്പം നീ അവനെ വിളിയെന്ന് പറയും. വിളിയെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയും, എന്തോടാ വന്നേ? അപ്പോൾ ഇങ്ങനെ 2-3 കേസ് ഇങ്ങനെ കിടപ്പുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാ കേസ്? ഞാൻ നിനക്കൊരു ഇത് തരാം, ഒരു ജോലി തരാം. എൻ്റെ കാഴ്ചയെ മറയ്ക്കുന്നുണ്ട്. ആ വഴിയിൽ നിൽക്കുന്ന ആ ചന്ദനമരം ഉണ്ടല്ലോ,
അത് നീ എവിടെ നിന്ന് പൊക്കണം, അപ്പം എൻ്റെ കാഴ്ച അങ്ങ് റോഡ് വരെ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, അയ്യോ കോടതികളിപ്പോൾ ഇരിക്കുന്ന ഇതൊക്കെ എങ്ങനെയാ സാറേ അല്ല ഇത് കൊണ്ടുപോകുന്നതെന്ന് പറയും. അപ്പം അത് നീ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഈ കേസ് ഞാൻ ഇനി തള്ളി ഇപ്പുറം ഇടും, നിനക്കെതിരെ ഇടും, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് എനിക്ക് അപ്പുറം എടുത്ത് കളയാനൊരു പാടുമില്ല എന്ന് പറയും. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്ന ഒരു ഇതുണ്ട്. അത് ഈ പൃഥ്വിരാജിനൊപ്പം മലയാളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു നടൻ ആണ് ആ മജിസ്ട്രേറ്റിൻ്റെ റോള് അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഷൂട്ടിങ് അടുത്ത ചില ദിവസങ്ങളിൽ നടന്നു. അപ്പം ഞാൻ പറയാൻ വന്നതല്ല, ഈ മജിസ്ട്രേറ്റ് പറയുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങേ അറ്റം വരെ കാണണം. അപ്പം അതിന് തടസ്സമായി നിൽക്കുന്ന ഇത് ഈ മരമാണ്. അത് ഏത് നിയമത്തിൻ്റെ പരിവേഷവും പരിരക്ഷയുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഏത് സാഹിത്യ ക്രമത്തിൻ്റെയോ അല്ലെങ്കിൽ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ബലമുണ്ടെങ്കിലും, ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ വായനക്കാരന് അതൊരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ, അത് ഏത് ചന്ദനമരമാണെങ്കിലും, അത് ഏത് കോടതിയുടെ വളപ്പിലാണെങ്കിലും വെട്ടിമാറ്റാനുള്ള അധികാരം അതിന് തക്ക ബോധ്യമുള്ള ഒരു എഴുത്തുകാരൻ ഉണ്ടാവണം എന്നുള്ളത്. അപ്പം ആ ബോധ്യത്തിൽ ഉറച്ചാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാടും പടർപ്പും വെട്ടിമാറ്റി ഈ കാഴ്ചയെ അങ്ങേ അറ്റം വരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പം അത് വായിക്കുന്ന കാഴ്ച സുഗമമാകുന്നതിനോടെ തുടർന്ന് ഇതിൻ്റെ ഈ കഥയുടെ യാത്ര എത്ര കണ്ട് സുഗമമാകാം എന്നുള്ളത് ഒറ്റ വായനയിൽ തന്നെ തിട്ടപ്പെടുത്താൻ കഴിയും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ആൾക്കാർ ചിലപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരു ചലച്ചിത്ര യാത്ര അല്ലെങ്കിൽ ദൃശ്യയാത്രയിലേക്ക് ക്ഷണിക്കുന്നതെന്നാണ് ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു പഴുത്. അല്ലാതെ എനിക്കറിയത്തില്ല എന്താണ് സംഗതി എന്നുള്ളത്. അല്ലാതെ ഞാൻ സാധാരണ ഒരു വായനക്കാരനെ അതിൻ്റെ ഈ കഥയുടെ കാമ്പിൻ്റെ ബലം കൊണ്ട് ഉത്സാഹിയാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സിനിമയ്ക്ക് വേണ്ട കഥയുടെ ബേസും എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം. അതുപോലെ ഇന്ദുഗോപൻ സാറിൻ്റെ സിനിമകൾ കാണുന്ന സമയത്ത് മെറ്റഫറുകളുടെ ഉപയോഗം വളരെ ഗംഭീരമായിട്ട് സ്പേസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പൊന്മാൻ എന്ന സിനിമയിൽ മാർക്കണ്ഡേയ ശർമ്മ എന്ന കർത്താവിൻ്റെ ഒരു മെറ്റഫർ, ഉഗ്രൻ മെറ്റഫറാണ്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന, അജീഷിനോട് പറയുന്ന ഡയലോഗുണ്ട്, ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ അജീഷ് തിരിച്ചു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പാപത്തെ നോക്കിയാൽ മതി, എൻ്റെ പാപത്തെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു ഉഗ്രനായിട്ടുള്ള മെറ്റഫർ. അതുപോലെ ചിതറിയവരിലെ വെളിച്ചപ്പാട്, പൊടിയെടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് തിരിച്ച് മുറിയിലേക്ക് കയറി വരുന്ന വെളിച്ചപ്പാട്. അതുപോലെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ തന്നെ ഒരു ടാഗ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥയൊക്കെ ചില അവസ്ഥ വരെയുള്ളൂ എന്നൊരു ടാഗ് ലൈന് കൃത്യമായി പറയുന്നുണ്ട്. സിനിമ അവസാനിക്കുന്നത് ക്ലൈമാക്സിൽ തന്നെ പെണ്ണിന് പൊന്നില്ലാത്തതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ്, പൊന്നില്ലാത്തതാണ് പെണ്ണിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളോടുള്ള എതിർപ്പുകൾ, വിയോജിപ്പുകൾ, അല്ലെങ്കിൽ ഈ അവസ്ഥകളെയൊക്കെ ഒന്ന് പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങൾ മിക്ക സിനിമകളിലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ചിതറിയവരുടെ വെളിച്ചപ്പാടിനെ എതിർക്കുന്ന വിശ്വനാഥൻ എന്ന മകൻ ശരിക്കും അച്ഛനെ അല്ല മകൻ എതിർക്കുന്നത്, മറിച്ച് അച്ഛൻ്റെ തൊഴിലിനെയാണ്, വെളിച്ചപ്പാടെന്ന തൊഴിലിനെ എതിർക്കുന്ന ഒരു പുരോഗമനവാദിയായിട്ടുള്ള മകൻ. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിൽ അച്ഛൻ ചെയ്ത അതേ ജോലി തന്നെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിധിക്കപ്പെടുന്നു. അപ്പം ഈ വ്യവസ്ഥിതികളൊക്കെ ചില അവസ്ഥ വരെയുള്ളൂ എന്ന ടാഗിനോട് കൂടി സമൂഹത്തിലെ ഈ അവസ്ഥകളെയും ചില വ്യവസ്ഥകളെയൊക്കെ പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങൾ സിനിമകളിലൂടെ നടത്താറുണ്ട്. അതെന്താ അറിയാം, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മൊത്തം ഈ ലോകം ഒരു വലിയ കള്ളത്തരത്തിലാണ് നിൽക്കുന്നത്. നമ്മളിട്ടിരിക്കുന്ന ഈ ഉടുപ്പ്, നമ്മളിരിക്കുന്ന കസേര, ഈ സാധനങ്ങളിൽ എല്ലാത്തിലും നമ്മുടെ ചില ശീലങ്ങളോ നമ്മുടെ ചില നാട്യങ്ങളോ എല്ലാത്തിൻ്റെ മേളിലുമാണ് നമ്മളിത് നിൽക്കുന്നത് പ്രധാനമായിട്ടും. നമുക്കറിയാമോ, ഇപ്പോൾ ഈ സ്വർണ്ണ വ്യവസായം എന്ന് പറയുന്ന ഒരു സാധനം കഴിഞ്ഞ 22-23 വർഷം മുമ്പ് 3000 രൂപയിൽ കടന്ന സ്വർണത്തിൻ്റെ വില ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് 40,000 ആയിരുന്നത്. ചിത്രീകരണം തുടങ്ങുന്ന സമയത്ത് തീരുമ്പോൾ 50,000 ആവുകയും സിനിമ ഡബ് ചെയ്യുമ്പോഴത്തേക്ക് 60,000 ആവുകയും അത് കഴിഞ്ഞ് പ്രധാന നടനെ തിരിച്ചു വിളിച്ച് 50,000 എന്നുള്ളത് മാറ്റി 60,000 ആക്കി സിനിമ തിയേറ്ററിൽ വന്ന് 3 ദിവസം കഴിയുമ്പോൾ 63,000 ആവുകയൊക്കെ ചെയ്തു. എന്താണ് ഒരു മഞ്ഞ ലോഹത്തിൻ്റെ മേളിൽ ഇത്ര കണ്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെ?
അപ്പോൾ ഇതിനെ കയറ്റി വിടുകയും തകർത്തെറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഭയങ്കരമായ ഒരു ആഗോള സംഗതിയുണ്ട്. എല്ലാ കാര്യത്തിലുമുണ്ട്. നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് എനിക്ക് ചായ കിട്ടാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എത്രയോ യുദ്ധങ്ങളുണ്ടാകുന്നു ഒരു വീട്ടിൽ. ഈ ചായ എന്ന് പറഞ്ഞ പാനീയം ഏത് ഒരുമാതിരിപ്പെട്ട ഇതുള്ള ഒരു ഇല ഒന്ന് ഇത് ചെയ്താൽ പോലും നമുക്കതിൽ നിന്ന് ഇപ്പം തന്നെ ഈ പിന്നെ ഈന്തപ്പഴത്തിൻ്റെ കുരുവിയിൽ നിന്ന് ഇപ്പം ചായപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും വേണമെന്നില്ല ഈ സംഗതി. ഇതൊരു ഫീലാണ്. ഈ ഒരു നിറവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഉണർവ് കിട്ടുന്ന ഫീലാണ്. ഇതുണ്ടായിട്ട് പിന്നെ എത്ര 300 കൊല്ലമേ ആയിട്ടുള്ളൂ ഈ ശീലം നമ്മൾ തുടങ്ങിയിട്ട് 100 വർഷത്തിനപ്പുറം ആയിട്ടില്ല. രാവിലെ ചായക്കടകൾ ഉണ്ടാവുന്നു, അവിടെ പോകുന്നു. ഇതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു വരുന്നു. പഞ്ചസാര എന്ന് പറഞ്ഞൊരു സാധനത്തിന് 500 വർഷം പഴക്കമേ ഉള്ളൂ. ഈ അടിമത്തത്തിൽ നിന്ന് നമ്മൾ ഈ ഉദ്യോഗം എന്ന് പറയുന്ന ബോണ്ടഡ് ലേബറിങ്ങിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ലേബർ എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് വരുന്നത് വന്നിട്ട് പിന്നെ 100-400 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വളരെ ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ വാസനയുടെ വളരെ ചെറുതായിട്ടിരിക്കുന്ന ഒരു സമയം കൊണ്ട് നമ്മളെ വലിയ ശീലങ്ങളിലേക്ക് മാറ്റാനായിട്ട് ഇതിനെക്കൊണ്ട് പറ്റി. വളരെ സ്വസ്ഥനായിരിക്കുന്നൊരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നീ ഒരു പണിയും പോത്തില്ലേടാ, ഒരു പണിക്കും പോത്തില്ലേടാ എന്ന് ചോദിക്കുക. അവൻ അത്യാവശ്യം ദിവസം ഒരു കഞ്ഞിയും കുടിച്ച് കിടക്കാവുന്നൊരു സാധ്യത ഉണ്ടെന്നിരിക്കെ പഴയ കാലത്ത് നമ്മൾ പറയുമായിരുന്നു ഒരു തലമുറ മുമ്പ്, എന്തോ ജോലി. അപ്പം ജോലിക്ക് പോകുന്നത് ഒരു അസ്വസ്ഥതയായിരുന്നു ഒരു കാലത്ത്. എന്തോ ജോലിയൊന്നുമില്ല, വൃത്തി, സ്വസ്ഥനായിരിക്കുക. ഇപ്പം അങ്ങനെയല്ല, ജോലി ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ദിവസം സ്വസ്ഥനാവാൻ കാത്തിരിക്കുന്നു. ഇങ്ങനെ ശീലങ്ങൾ വളർത്തുകയും സൊസൈറ്റി ഈ പറഞ്ഞ കണക്ക് ലേബേഴ്സിനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അടിമ ജോലികൾ. പണ്ട് അടിമയായിരുന്നു വെച്ചാൽ കാലിൽ ചങ്ങല ഇടുമായിരുന്നു, നമുക്ക് എങ്ങും പോകാൻ ഒക്കത്തില്ല. അയാളുടെ മരണം മറ്റേ സാധനം എല്ലാം ഈ മുതലാളി തന്നെ ഈ നടത്തണമായിരുന്നു. ഇന്നാണെങ്കിൽ എന്താ, ഇപ്പം ഇവനെ എങ്ങനെ അഴിച്ചു വിട്ടാലും നാളെ രാവിലെ 9:30 ഇവൻ തിരിച്ചു വരാൻ എങ്ങനെ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ചതിൻ്റെ തുടർന്നാണ് ഇവരിങ്ങനെ ഒരു സാധനം വന്നത്. ഏതാ, അഴിച്ചു വിട്ടാലും പിറ്റേന്ന് വരികയല്ലേ ഈ ഇത് വരുന്നത്. കാലി ചങ്ങലയിടണ്ട. അവൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീയരിക്കാനായിട്ട് മുതലാളി പൈസ കൊടുക്കണ്ട. അന്നത്തെ കാലത്ത് മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് അടയ്ക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പം ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ഇതിനെ രൂപകൽപ്പന ചെയ്തെടുത്തതിൻ്റെ ഇരകളാണ് എല്ലാ ആൾക്കാരും. അതാണ് വ്യവസ്ഥ. അതൊക്കെ നമുക്ക് നാളെ രാവിലെ പോയിട്ട് എതിർക്കാനായിട്ട് പറ്റുമോ? അത് പറ്റില്ല. അതൊരു വലിയ സമൂഹവും വലിയ ഗൂഢാലോചന പദ്ധതികളും ആയിരക്കണക്കിന് പേരുടെ പദ്ധതികളുടെയും പേരിലാണ് നമ്മളെയൊക്കെ ഇങ്ങനെ സെമിനാറെന്നും മറ്റു സാധനമൊന്നും മറിച്ചതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുത്തുകയും ഇതുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തു നിന്നുള്ള കൊച്ചു കണങ്ങളെ എടുത്ത് ചോദ്യം ചെയ്യാനോ അതിൽ നിന്നുള്ള ചില എലിമെൻസിനെ എടുത്തു വച്ചിട്ട് ഉപയോഗിക്കാനൊക്കെ മാത്രമേ പറ്റത്തുള്ളൂ. അതിലൂടെയും നമ്മൾ തിരിച്ച് ചൂഷണം ചെയ്യുക. ഈ സിനിമ കാണാനായി നിങ്ങൾ നിർബന്ധിതാവുന്നു, പൈസ കൊടുത്ത് നിങ്ങൾ അവിടെ ചെന്നിരിക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണോ? ഒന്നുമല്ല. കഥ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം വേറൊരു സാധനം ഉണ്ടാക്കില്ല. ഏത് കഥ? ഈ കഥയും പറഞ്ഞുകൊണ്ട് ഇതുപോലെ പ്രകൃതി വിരുദ്ധമായ ഒരു ഏർപ്പാട് ലോകത്ത് ഏതെങ്കിലും പ്രപഞ്ചത്തിലെ ജീവികൾ രാവിലെ പോയിരുന്നിട്ട് കഥ എഴുതി വയ്ക്കുന്നുണ്ടോ? കഥ എഴുതി പിന്നെ അതിനൊരു ക്രമം ഉണ്ടാക്കി വയ്ക്കുക, അത് സിനിമയാക്കി മാറ്റുകയും ഇത് ചെയ്യുന്നുണ്ടോ? അതിൽ നിന്ന് വേറൊരു വിപണനം ഉണ്ടാക്കുന്നു. അപ്പം അങ്ങനെ നമ്മളെല്ലാം അതിൻ്റെ ഇരകളാണ്. പക്ഷേ അതിനെക്കുറിച്ച് ചില സാധനങ്ങൾ നമ്മളും ഇതിൻ്റെ പാർട്ടാണെങ്കിലും നമ്മളും ഈ ചൂഷകനും ചൂഷണം ചെയ്യപ്പെടുന്നവനും ചെയ്യുന്നവനും ഒക്കെ മാറുന്നെങ്കിലും ഒരു മനുഷ്യനല്ലേ എന്നുള്ള തോന്നലിൽ നിന്നുള്ള ചില ചോദ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെയെങ്കിലുമുള്ള ചില സാധനങ്ങൾ വരുന്നത്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ സിനിമ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, റിഫ്ലക്ഷനാണ്. സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളെയും ഘടകങ്ങളെയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ സംഭവിക്കുന്നത്. സമൂഹത്തിൽ നിരവധി ഘടകങ്ങളുണ്ട്, കുടുംബവും സ്നേഹവും പ്രണയവും ഒക്കെയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഘടകങ്ങളിനിടയിലൂടെ കൃത്യമായി എങ്ങനെയാണ് ക്രൈം ഫിക്ഷൻ തിരഞ്ഞെടുത്തത്? എനിക്ക് പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് ക്രൈം ഫിക്ഷനിലൂടെയാണെന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ സാറിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാലും നോവലാണെങ്കിലും സിനിമയാണെങ്കിലും അതിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും ഒരിക്കലെങ്കിലും യഥാർത്ഥ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളോ സംഭവങ്ങളോ ആവാം. അപ്പം എങ്ങനെയാണ് ഈ ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്ന ആ മേഖല ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നത്? ക്രൈം എന്താ നമ്മൾ തിരഞ്ഞെടുക്കുക വെച്ചാൽ നമ്മളെല്ലാവരും ക്രൈം നടത്തുന്നവരാണ്. നമ്മളെല്ലാവരും ഓരോ തരത്തിലുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ പട്ടികയിൽ പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തുള്ള കുഞ്ഞു ക്രൈമുകൾ നമ്മുടെ ഉള്ളിലെ രഹസ്യങ്ങൾ, നമ്മൾ ഓരോരുത്തർ അറിയിക്കാത്ത രഹസ്യങ്ങൾ, അത് സാധനങ്ങൾ, അതൊക്കെ കുഞ്ഞു ക്രൈമുകളിലൊക്കെ ഇത് പട്ടികയിൽ പെടുത്തി കഴിഞ്ഞാലും ഒക്കെ ആയിട്ടുണ്ട്. കുമാരനാശാൻ പറഞ്ഞിട്ട് മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അങ്ങനെയൊക്കെ ഉള്ള അത് നമ്മൾ മറ്റൊരാളിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അവനോടൊരു അവസ്ഥാന്തരം. കാര്യം ഞാനതിൽ പെട്ടുപോയില്ലല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് നമ്മുടേതല്ലാത്തൊരു സാധനത്തിനോട് നമുക്കൊരു കൗതുകം തോന്നുകയും എടുക്കണമെന്ന് തോന്നാതിരിക്കുകയും 90% പേരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ആലോചിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ചെയ്ത ഒരുത്തനോടുള്ള സഹതാപമാണ് സത്യത്തിൽ, അല്ലെങ്കിൽ ഞാനതിൽ പെട്ടില്ലല്ലോ എന്നുള്ള താതാത്മ്യമാണ് ക്രൈമിനോട് സാമാന്യഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന സാധനം. അത് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് പുറത്ത് കാണുന്ന ഒരു സാധനത്തിനോട് നമുക്ക് വല്ലാത്ത ഒരു വൈബ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചറിങ്ങും പിന്നെ സിനിമ മേക്കിങ്ങും എല്ലാം ക്രൈമും ഈ ത്രില്ലറുകളെയും ചുറ്റുവട്ടത്തെ പിടിച്ചുണ്ടാവും. ഞാനതിനെ കാണുന്നത് ഈ നീതി എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ക്രൈം ചെയ്യുന്നു, ഇന്ന് ചെയ്യുന്ന ക്രൈമല്ല 10 വർഷം കഴിയുമ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്ത ക്രൈം അല്ലെങ്കിൽ ഞാനിന്ന് അകത്ത് പോയ നാളെ ക്രൈം അല്ലാതായി മാറാം. കൊലയോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പല സംഗതികളും ഇപ്പം നാർക്കോട്ടിക് ലോ മാറിമറിഞ്ഞത് വരാം. ഇപ്പം അടുത്തിടയ്ക്ക് പിന്നെ മാജിക് മഷ്റൂം ഇതല്ല, ലഹരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിധി വരുന്നു. അപ്പോൾ ആ വിധി 10 ദിവസം നിൽക്കുന്ന സമയത്ത് ഇത് കൊണ്ടു നടക്കാം. അത് കഴിഞ്ഞ് വേറൊരു വിധി വരുന്നു, അല്ലല്ല അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സാധനം വരുന്നു. ഇത് നിർവചനങ്ങൾ മാറി വരിക. സമൂഹം അതിൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ക്രൈമിനെയും ഇത് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് അർഹമായ നീതി, ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുക, എനിക്ക് അർഹമായ രീതി സമൂഹം തിരിച്ചു തരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ആണ് നീതികേടും വരുന്നത്. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ജീവിച്ച എനിക്ക് കിട്ടാത്ത നീതി ഒട്ടുമേ മര്യാദയ്ക്ക് ജീവിക്കാത്ത മറ്റൊരാൾക്ക് സമ്പത്ത് വഴി മറ്റതുമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അസ്വസ്ഥത ഞാൻ നടക്കുമായിരിക്കാം. ആ അസ്വസ്ഥത ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും, ഞാൻ പ്രകടിപ്പിക്കുന്ന ആളുണ്ടായേക്കാം. അത് ചിലപ്പോൾ ക്രൈമിലൂടെ ആയിരിക്കാം, അല്ലാതായേക്കാം. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെ നമുക്ക് അയാളുടെ യൗവനത്തിൻ്റെ ശുഭിത യൗവനത്തിൽ അയാൾക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കണമെന്ന് തോന്നും, അയാളുടെ ക്രിമിനലായി മാറാം, ഇതെല്ലാം വരാം. അപ്പോൾ അവിടെ നിന്നെല്ലാം കഥകൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഈ സിസ്റ്റത്തിൽ, ഈ സമൂഹ സിസ്റ്റത്തിനോടൊത്ത് തന്നെ എൻ്റെ മകനും ഇതുമൊക്കെ വളർത്തിക്കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്ന അച്ഛനെയും അമ്മയും സംബന്ധിച്ചിടത്തോളം വലിയ വേദനകൾ പരിസരങ്ങളിൽ ഉണ്ടാകുന്നു. അവനെ സമൂഹ മധ്യത്തിൽ പത്രങ്ങളും എല്ലാം വെച്ച് പ്രതിയാക്കി ചേർത്ത് നിർത്തുന്നു. കുറച്ച് സമൂഹം മാത്രം ഉള്ള ആൾക്കാരല്ല. അപ്പം അതിൻ്റെ നിന്നുള്ള ഇമോഷൻസും ഇതും ഉണ്ടായി വരിക. അതുകൊണ്ടാണ് ഈ ക്രൈം എന്ന് പറയുന്ന സംഗതികൾ പെട്ടെന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ചെന്ന് കയറാനായിട്ടുള്ള ഒരു എലിമെൻ്റാണ് ക്രൈം എന്നുള്ളത് കൊണ്ടാണ് പലരും ഈ ക്രൈമിനെ ഒരു എളുപ്പമുള്ള ആയുധമായിട്ട്, ഈ കഥ പറയാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അത് അറ്റൻഷൻ കൂടുതലേറെ നിലനിർത്താനായിട്ട് പറ്റുമത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും സാറിൻ്റെ കഥകളും നോവലുകളും കാണുന്ന സമയത്ത് പെട്ടെന്ന് വായനക്കാരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ പേരുകളാണ്. ഈ പേരുകൾ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പം വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ചന്ദനമരമാണ്. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായൊരു പേര്. അതുപോലെ ചെന്നായ, ടിങ്കിൾ റോസും 12 കാമുകന്മാരും, ഭൂമി മശാനം, ഇത്തരത്തിലുള്ള പേരുകൾ കഥയ്ക്കും നോവലുകൾക്കും സിനിമയിലേക്കും വരും. 4 or 5 ചെറുപ്പക്കാർ എന്നുള്ള പേര്. അതുപോലെ കഥാപാത്രങ്ങളുടെ പേര് ബ്രൂണോ, മരിയാനോ, മർക്കണ്ഡേ ശർമ്മ, ഇപ്പം ഇത്തരത്തിലുള്ള പേരുകൾ സെലക്ട് ചെയ്യുന്നത് മറ്റെഴുത്തുകാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ പേരുകൾ പറയുന്ന രാഷ്ട്രീയം എന്താണ്? അല്ല, പേരിലിപ്പം നമ്മൾ കൊല്ലം പ്രദേശങ്ങളിലുള്ള ലാറ്റിൻ കാത്തലിക്സിൻ്റെ കഥ നമ്മൾ പറഞ്ഞുകൊണ്ട് 4-5 ചെറുപ്പക്കാർ എന്ന കഥയും പിന്നീട് അത് പൊന്മാണെന്ന സിനിമയൊക്കെയായി മാറുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കൾച്ചറിനോടൊത്ത് ഇണങ്ങി നിൽക്കുന്നതായിരിക്കണം ഇത്. അവർക്ക് രാജുവെന്നോ അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട് കാര്യമില്ല. അവിടെ അവർക്കൊരു 500 വർഷത്തെ മുമ്പുള്ള പിന്നെ ഒരു അധിനിവേശവുമായി ബന്ധപ്പെട്ട് അവരാ കൾച്ചറുമായി ഇണങ്ങി വന്ന ഒരു ഇതുണ്ട്. അപ്പം അതിൻ്റെ ഒരു പോർച്ചുഗൽ ടച്ചുള്ള പേരുകളാണ് അതുള്ളത്. ഈ പേരുകളൊന്നും നമ്മൾ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നതല്ല, അതെല്ലാം കൊല്ലം പ്രദേശത്തുള്ള പേരുകളാണ്. അപ്പം ഞാൻ അതിന് എടുത്ത ഒരു പ്രധാനപ്പെട്ട ടൂളെന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയം ചോദിച്ചാൽ വളരെ നന്നായി. കാര്യം അതിനൊക്കെ നമ്മൾ ഒരുപാട് പെയിൻ എടുത്തിട്ട് സഞ്ചരിച്ചിട്ടാണ് ഓരോ പേരുകളും കണ്ടെത്തുന്നത്. ഞാൻ കൊല്ലം ചവറ മുതൽ വാടി വരെയുള്ള
എല്ലാ ശ്മശാനങ്ങളും സന്ദർശിച്ചിട്ട് അവിടെ കുരിശുകൾ എഴുതി വച്ചിരിക്കുന്ന പേരുകൾ ഞാൻ ഫോട്ടോ എടുത്തു. അല്ലാതെ ഒരു 500 പേരെങ്കിലും ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടാണ്, അതിൽ നിന്നാണ് ഞാൻ ഈ മരിയാനോ, റോബർട്ടോ മകൻ മരിയാനോ, ജക്ക് ദേവസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിലേക്ക് നമ്മൾ വരുന്നത്. ടെറൻസ് ബ്രൂണോ, ടെറൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത്തരത്തിലുള്ള അപ്പം അതിനെല്ലാം ഇല്ലായ്മയെന്നല്ല, നമ്മളെപ്പോഴും യാഥാർത്ഥ്യത്തോടുകൂടി ചേർന്ന് നിൽക്കുക. അവരുടെ അടുത്തൊരു കഥ പറയുമ്പോഴത്തേക്ക് ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ആ കൾച്ചർ നമ്മളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്ര ഡെഫിനറ്റായിട്ടും ഉണ്ട്. അത് ചോദിച്ചത് നന്നായി, കാര്യം ഞാൻ അത്രമാത്രം. പിന്നെ പഴയ ഏടുകൾ, പഴയ ലാറ്റിൻ സഭകളിലുള്ള പഴയ ഏടുകൾ പരിശോധിക്കണം. അതൊരു അങ്ങനെയുള്ള ഒരു യാത്രയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ആ കഥകളുടെ പേരും അങ്ങനെ തന്നെയാണ്. കഥകളുടെ പേരുകളിൽ നിന്നാണെങ്കിലും ഒരുപാട് ചിന്ത വരുന്നുണ്ട്. ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് മോശമെന്ന് തോന്നിയാലും കഥ നല്ലതായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇണക്കം ഇതിനും ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. സാറിൻ്റെ കഥകളുടെയും സിനിമകളുടെയൊക്കെ പ്രത്യേകത വേഗതയാണ്. ഇപ്പം പൊന്മാൻ എന്ന സിനിമ ഞാൻ കണ്ട സമയത്ത് 2 മണിക്കൂർ 7 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. വളരെ വേഗത്തിലാണ് കഥ പറയുന്നത്. അത് സ്വീകരിക്കുന്ന പ്രമേയത്തിൻ്റെ ഒരു പ്രത്യേകതയാവാം, അല്ലെങ്കിൽ ഒരു സംവിധായകനോ എഴുത്തുകാരനോ പ്രേക്ഷകൻ്റെ സമയത്തെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ സമയത്തെ കൊല്ലാനുള്ള അവകാശമില്ല എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കാം ഇത്രയും വേഗത വരുന്നത്. അതങ്ങനെ തന്നെയാണോ? അതങ്ങനെ തന്നെയാണ്. അതിൻ്റെ പ്രധാന കാര്യം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, എനിക്ക് ഒരു പിരിവിരിപ്പുണ്ട് അക്കാര്യത്തിൽ. എന്ന് വെച്ചാൽ എൻ്റെ ദുഷ്ചെയ്തികൾ മൂലം നിങ്ങളുടെ സമയം, വേറൊരു മനുഷ്യൻ്റെ സമയം അപഹരിക്കുന്നതിൽ എനിക്ക് കാതലായ കുറ്റബോധമുള്ള ഒരാളാണ്. ഇപ്പോൾ സ്ലോ പേസിലൊക്കെ വളരെ മനോഹരമായ സിനിമകളും അതിൻ്റെ ചിത്രീകരണങ്ങളും മറ്റും മറിച്ചതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്ക് എൻ്റെ കഥ, ഇപ്പം ഞാൻ നിങ്ങളുടെ കഥ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് കഥയുടെ ക്രക്സിലേക്ക് നിങ്ങൾ ആദ്യമേ കടക്കണം. ആദ്യത്തെ 1 പേജിലോ 2 പേജിലോ ഒക്കെ ആയിട്ട് കടക്കണം. അല്ലാത്ത കഥകളുണ്ട് എഴുതിയത്. പക്ഷേ എങ്കിലും എനിക്കെന്ന് വെച്ചാൽ നിങ്ങളെ കഥയിലേക്ക് കടന്നു. ഇപ്പം അമ്മിണിപ്പിള്ള വെട്ടുകേസിൽ എന്ന് പറഞ്ഞ ഒരു വളരെ ആൾക്കാർ വായിച്ച ഒരു കഥയുടെ തുടക്കം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആ രുക്മിണിയും പിന്നെ മറ്റേ വേറൊരു ലേഡി കഥാപാത്രമുണ്ട്. അവർ 2 പേരും കൂടി ഇരുന്ന് വേറൊരാളുടെ പേൻ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ്, ചേച്ചി ഓടി വാ, അമ്മണി അണ്ണനെ അവിടെ ആരോ ഇട്ട് വെട്ടി, കടപ്പുറത്തിട്ട് വെട്ടി എന്നാണ് പറയുന്നത്. അത് 1ാമത്തെ 2ാമത്തെ വരിയിൽ നിങ്ങൾ കഥയിലെയും ഉദ്വേഗത്തിലേക്കും കയറുക ചെയ്യുന്നത്. അപ്പോൾ അവൾ ഓടിച്ചെന്നിട്ട് 80കളിൽ നടക്കുന്ന കഥയാണ്. അപ്പം ഭാര്യയുടെ അടുത്ത കൂട്ടുകാരിയുമാണ്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, വെട്ട് കൊണ്ടത് ഇതിലൊരാളുടെ ഭർത്താവാണ് ആളെന്ന് പറയുന്നത്. പക്ഷെ വെട്ടിയത് ഈ കൂടിരുന്ന് ഈ സ്വന്തം പിന്നെ അത്ര ആത്മമിത്രമായ, പ്രായത്തിൽ വ്യത്യാസമുള്ള ആത്മമിത്രമായ ഇവളുടെ കൂട്ടുകാരിയുടെ കാമുകനാണ് വെട്ടിയത്. അവിടെയാണ് കഥ തുടങ്ങുന്നത്. ആ ഉദ്വേഗത്തിലേക്ക് നിങ്ങളെ എടുത്ത് ആനയിക്കാനായിട്ട് അധികം സമയമില്ല. എനിക്കത് 10 വരിക്കകത്ത് പറയണം. പക്ഷേ അത് ഇങ്ങനെയായിരിക്കണോ തുടങ്ങേണ്ടതെന്ന് എഴുതാനായിട്ട് ഞാനൊരു 12ാമത്തെ 15ാമത്തെ വേർഷനിലാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ ഈ കഥ അമ്മിണിപ്പിള്ള അതിൻ്റെ മുകളിൽ കയറി ഇയാളുടെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇയാൾ ആദ്യം ഈ സ്ഥലങ്ങളെല്ലാം കാണുന്ന കാഴ്ച അങ്ങനെ എഴുതിയൊരു പകുതിയോളം വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നു അമ്മിണിപ്പിള്ളയുടെ കാഴ്ചയിൽ നിന്നല്ല ഇതിൻ്റെ യാത്ര തുടങ്ങേണ്ടത് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. വേറെ രുക്മിണിയും പിന്നെ ഇവരുടെ കാമുകനും ആയിട്ട് സന്ധിക്കുന്ന ഒരു രംഗം അമ്മിണിപ്പിള്ള കാണുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നെ ഇവർ തമ്മിലുള്ള ക്ലാഷ് തുടങ്ങുന്നത്. നമുക്ക് അവിടുന്ന് കഥ പറഞ്ഞു തുടങ്ങാം. അവിടുന്ന് കഥ പറഞ്ഞു വരിക. കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നു അതല്ല, അവിടുന്നല്ല കഥ. അവിടുന്നല്ല എന്നുവെച്ചാൽ ഈ കഥയെ ക്യാരി ചെയ്യുന്നൊരു വെഹിക്കിൾ ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു റോക്കറ്റ് അയക്കുന്നു. ഈ റോക്കറ്റ് അയക്കുമ്പോഴത്തേക്ക് അതൊരു അവസാനം പറയുന്ന അത് ചെന്നെത്തുന്ന സാധനം ഒരു വെഹിക്കിളാണ്. അതിൻ്റെ പ്രൊപ്പല്ലർ എന്ന് പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കൊഴിഞ്ഞു വീഴും. അതിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സാധനം കത്തി തുടങ്ങും ഇഗ്നേറ്റ് ചെയ്ത്. അപ്പം കഥ എന്ന് പറയുന്നത് റോക്കറ്റ് എന്ന് പറയുന്നത് പോലെ ഈ സംഗതി. അത് എങ്ങനെ അതിനെ രൂപകൽപ്പന ചെയ്യണം, എവിടുന്ന് അല്ല ആദ്യം പിന്നെ ഈ വാഹനം കത്തി തുടങ്ങിയ വല്ല കാര്യം ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ കത്തുന്നതിൻ്റെ വേഗം കൂടിപ്പോയാൽ ആലോചിച്ച് നോക്കും. അപ്പം അതിനൊരു ഋതമുണ്ട്, ഈ കത്തുന്നതിനൊരു ഋതമുണ്ട്. ഇത്ര സമയം കൊണ്ട് കത്തിയാലേ ഈ വെഹിക്കിള് ശൂന്യാകാശത്ത് ഇല്ലത്തുള്ളൂ.
അപ്പം അതിന് നമ്മൾ പലവട്ടം നമ്മൾ ഇതിനെ നമ്മൾ വിക്ഷേപിച്ച് നോക്കും. അങ്ങനെ വിക്ഷേപിക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ അവസാനത്തെ വിക്ഷേപം നമ്മൾ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു കഥയായി വായിക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. അതും ശരിയാവണമെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മുടെ കുറേ എക്സ്പീരിയൻസും യാത്രയും കൊണ്ട് ഇതാണ് ശരി എന്ന് നമ്മൾ കരുതുന്നതാണ്. ഇയാളുടെ യാത്ര ഒക്കെയാണ് കൂടുതൽ ദീർഘമായി കഥ പറയാനായി കഴിയുന്നത് എന്ന് നമ്മുടെ ഒരു തോന്നലിൽ എത്തിച്ചേരുക ചെയ്യുന്നത്. അതൊരു എളുപ്പപ്പെട്ട പ്രോസസ്സല്ല. പാള എപ്പോഴും വേണമെങ്കിലും പാള.